ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബീഫ് കപ്പ ബിരിയാണി. നിങ്ങൾക്ക് ബീഫ് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് മട്ടൺ കൊണ്ടോ ചിക്കൻ കൊണ്ടോ ചെയ്യാം. കപ്പ ഇഷ്ടമുള്ളവർക്ക് ഒരു സ്പെഷ്യൽ വിഭവം തന്നെയാണിത്. ഇതിനായിട്ട് 700 ഗ്രാം കപ്പയുടെ ഒരു പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടത്. ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും പാക്കറ്റായി കിട്ടാണ്ട് നമുക്ക് ജോലി എളുപ്പമല്ലേ. തൊലി കളയണ്ട, കട്ട് ചെയ്യേണ്ട, ഒന്നും വേണ്ട. ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്തിട്ട് നമുക്ക് വേണ്ട വിധത്തിൽ ചെയ്താൽ മതി. ഈ കപ്പ ബിരിയാണി ചേർക്കാൻ ഏതാണ്ട് 250-300 ഗ്രാം ബീഫ് ഉണ്ടാവാം. ഇത് നന്നായി വാഷ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിൽ കുറച്ച് മസാലകളൊക്കെ ചേർക്കുന്നുണ്ട്. കൂടെ പാകത്തിന് ഉപ്പും ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു 7 വിസിൽ വരും വരെ വെയിറ്റ് ചെയ്യണം. ഇനി വേണ്ടുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് പറയാം. ഈ കപ്പ ബിരിയാണിക്ക് വേണ്ടി ഒരു മസാല പൊടിച്ചെടുക്കാനുണ്ട്. അതിനുള്ള കുറച്ച് ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ സാജീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, അതെടുത്തിട്ടില്ല. പിന്നെ കറാമ്പട്ട 3-4 പീസ് വേണം, ഒരു 4 ഏലക്കായ, ഒരു 5 കറാമ്പൂവ്, 4 കാശ്മീരി മുളക്, 2 എരിവുള്ള മുളക്, ഇതെല്ലാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സി ജാറിലിട്ട് നന്നായിട്ട് ഫൈൻ പൗഡറാക്കി എടുക്കണം. മസാല പൗഡർ റെഡിയാക്കി വെച്ചു. ഇനി ഇതിനാവശ്യം കുറച്ച് പച്ചമസാലയാണ്. കുറച്ച് ജിഞ്ചർ ഗാർലിക്കിൻ്റെ ആവശ്യമുണ്ട്. ജിഞ്ചർ ഗാർലിക്കിന് ഒരു പീസ് ജിഞ്ചർ ചതച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗാർലിക്കും ഒരു പൊടി എടുത്തിട്ടുണ്ട്, ചതച്ചെടുത്തതാണ്. പിന്നെ 2 പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. എരിവൊക്കെ നോക്കി ചേർക്കണം. നമുക്ക് 700 ഗ്രാം കപ്പയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു 300 ഗ്രാം ബീഫും ഉണ്ട്. ഇതിനാവശ്യമുള്ള നമ്മൾ അതിലും ഇതിലൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കണക്ക് നോക്കിയിട്ട് എല്ലാം ചേർക്കാവൂ. ഇനി ബീഫിലേക്ക് വേണ്ടുന്ന മസാല ചേർത്ത് കൊടുക്കുകയാണ്. പൊടിച്ചെടുത്ത മസാലയിൽ നിന്ന് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ചതച്ച് വെച്ച പച്ച മസാലയിൽ നിന്നും കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി കുക്കറിലേക്ക് മാറ്റിയ ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം മിക്സ് ചെയ്ത് ഒരു 7 വിസിൽ വരെ വെയിറ്റ് ചെയ്ത് ഓഫാക്കിയിടുക. ഇനി ഈ ബീഫ് നന്നായിട്ട് വെന്ത് വരട്ടെ. ഇതേ സമയം നമുക്ക് മറ്റൊരു പാത്രത്തിൽ നമ്മുടെ കപ്പയും വേവിക്കാൻ വെക്കാം. നികക്കെ വെള്ളം ഒഴിച്ചിട്ട്, ഉപ്പ് ആദ്യം ഇടരുത്, വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കപ്പ. ഫ്രോസൺ കപ്പ അധികവും വേഗം വെവാറുണ്ട്. കപ്പ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിൽ തന്നെ. ഈ വെള്ളം അരിച്ച് മാറ്റുന്നതാണ്. എങ്കിൽ കപ്പക്കൊരു ഉപ്പിൻ്റെ രസം കിട്ടുള്ളൂ. ചിലപ്പം ഉപ്പ് കുറഞ്ഞൊന്നും വരും. അത് ഓപ്ഷനാണ്, നിങ്ങളെ ഇഷ്ടം. നിങ്ങൾക്ക് ലാസ്റ്റ് ചേർത്താൽ മതി, അങ്ങനെ ചേർത്താൽ മതി. ഞാനിങ്ങനെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടി തിളച്ചതിന് ശേഷം ഈ വെള്ളത്തിൽ നിന്നെല്ലാം കോരിയെടുക്കുക, അരിച്ച് മാറ്റുക, എല്ലാം ചെയ്യും. ഓക്കെ, ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഒന്ന് അരിച്ചെടുക്കുക. ഏഴാമത്തെ വിസിലും അടിച്ചപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടു. ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി മെയിൻ പ്രിപ്പറേഷൻ തുടങ്ങാം. ബീഫും കപ്പയും റെഡി. ഞാൻ നല്ല വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇനി അരിഞ്ഞ് വെച്ച ഒരു സവാള ചേർത്ത് കൊടുക്കുകയാണ്. സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വാടി വളർന്നു വരട്ടെ. പൊടിച്ചെടുത്ത മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്.
ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റം. എല്ലാ മസാലയും കൂടി കൂട്ടി പൊടിച്ചതാണ്. പാൻ നല്ല ചൂടുണ്ട്, കുറച്ച് നേരം ഒന്ന് ഓഫാക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ കരിഞ്ഞു പോകും മസാല. നല്ല ഓയിൽ നന്നായി ചൂടായിട്ടില്ലല്ലോ, അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് ഒഴിഞ്ഞു വരും. ശേഷം ഓൺ ചെയ്യാം. ഇതിലോട്ട് നമ്മൾ വേവിച്ചെടുത്ത ബീഫും അതിൻ്റെ വെള്ളമായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഇനി ഗരം മസാലയുടെ ആവശ്യമൊന്നുമില്ല. എല്ലാ സ്പൈസസും ഒന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഗരം മസാലയ്ക്ക് വേണ്ടുന്ന എല്ലാം ചേർത്ത് പൊടിച്ചിട്ടുണ്ട്. പൊടിക്കുമ്പോൾ കാശ്മീരി മുളക് ചേർത്തുകൊണ്ട് നല്ല കളറ് കിട്ടുന്നുണ്ട്. കപ്പ ഇട്ട് കൊടുക്കണം. കപ്പ ഇടുമ്പം അതൊന്ന് കുറച്ചും കൂടി ഒന്ന് ഇതിൽ മസാല പിടിച്ച് വേവാനുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഉടച്ചെടുക്കുക. അപ്പോൾ ഇനി കപ്പ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. കപ്പയും ബീഫും ആദ്യമേ വേവിച്ചതുകൊണ്ട് ജോലി എത്ര എളുപ്പമാണെന്നോ. വേവിച്ച കപ്പയും ഇട്ട് കൊടുത്തു. ഇനി ഒരു 5-8 മിനിറ്റ് ഒന്ന് തിളച്ചിട്ട് ഈ കപ്പയുടെ നമ്മുടെ ബീഫിൻ്റെ മസാലയൊക്കെ കപ്പയിൽ പിടിച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. നല്ല ടേസ്റ്റി കപ്പ ബിരിയാണി ആയിരിക്കും ഇത്. ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടൊന്ന് കഴിക്കാറുണ്ട്. എനിക്കൊരുപാട് ഇഷ്ടമാണ്. പക്ഷേ എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് എന്തായാലും കിട്ടില്ല. നമുക്ക് എളുപ്പമാണ്. നമുക്കൊരു പാക്കറ്റ് ഫ്രോസൺ കപ്പ വാങ്ങിച്ചാലും മതിയാവും. ഒരു 5-6 പേർക്കെല്ലാം നമുക്ക് കഴിക്കാനുണ്ടാവും. ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് തന്ന് കുറച്ച് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. ഇതുപോലെ നമുക്ക് ചിക്കൻ ചേർത്തും ചെയ്യാം, മട്ടൺ ചേർത്തും ചെയ്യാം, എന്ത് ചേർത്തിട്ടും ചെയ്യാൻ പറ്റും. നമ്മൾ ഫിഷ് ചേർത്തിട്ട് ചെയ്യാറുണ്ടല്ലോ, മത്തി ചേർത്ത് കപ്പ ചെയ്യും. ഇത് ബിരിയാണി ടൈപ്പ് തന്നെ ചെയ്തെടുത്തതാണ്. കപ്പയിലൊക്കെ ഇതിൻ്റെ മസാല പിടിച്ച് വരണം. ഏതാണ്ട് നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് ഒന്ന് ഉടയ്ക്കണം. മുഴുവനായിട്ട് ഉടയണമെന്നൊന്നുമില്ല, ചെറിയ ചെറിയ പീസിലുണ്ടായ ടേസ്റ്റാണ് കഴിക്കാൻ. ഇതൊന്ന് താഴെ വെച്ചിട്ട് ഉടക്കാനേ പറ്റുള്ളൂ. നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ താഴെ വെച്ചൊന്ന് ഉടച്ച് ചേർത്താൽ മതിയാവും. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. ഇത്രയും കുറച്ച് ലൂസ് വേണം, എങ്കിലേ ഇത് നമ്മുടെ കപ്പ ഉടഞ്ഞു വരുമ്പം കറക്റ്റ് ആവുള്ളൂ. നന്നായി ഉടച്ച് ചേർത്തിട്ടുണ്ട്. ഇനി അടുപ്പിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മുളകില്ലേ, വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഒന്ന് വറവിടാം, താളിച്ചൊഴിക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി നല്ലോണം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഞാൻ താളിച്ചൊഴിക്കുന്നൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ബീഫ് കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ആ ടേസ്റ്റേ അല്ല. വീട്ടിൽ നിന്ന് നമുക്ക് നല്ല ചിട്ടയിൽ ചെയ്യുമ്പം ടേസ്റ്റ് ഒന്നുകൂടെ മെച്ചപ്പെടും. നിങ്ങൾക്ക് വേണ്ടി നല്ല ടേസ്റ്റി ബീഫ് കപ്പ ബിരിയാണി റെഡി. ഇതുപോലെ ചിക്കൻ കൊണ്ടും മട്ടൻ കൊണ്ടും എല്ലാം ചെയ്യാം. എൻ്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ആദ്യം തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ക്ലിക്ക് ചെയ്യരുതേ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്തതും കൂടി പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് സബ്സ്ക്രിപ്ഷൻ കുറയാണ്. പ്ലീസ് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യൂ. സോറി, കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. നിങ്ങൾക്ക് ഈ ബീഫ് കപ്പ ബിരിയാണിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.